2 ശിഷ്യന്മാരെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? കഴുതക്കുട്ടിനെ കൊണ്ടുവരാൻ. കണ്ടോ, ഒറ്റയ്ക്ക് ഒരാളെ പറഞ്ഞു വിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇവാഞ്ചലിസേഷൻ 2 പേര് പോകണമെന്ന്. ഒറ്റയ്ക്ക് വന്നാൽ അവൻ കപടനായി മാറും. ഇതൊരു സത്യമാണിത്. ഞാൻ തന്നെ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ നിങ്ങളെന്നെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും വിശ്വസിക്കട്ടെ, അങ്ങനെയെങ്കിലും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒറ്റ വന്നു കഴിഞ്ഞാൽ എല്ലാം വ്യാജപ്രഭാഷകന്മാർ തവളകളുടെ കളിയായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് വരല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് വരണെല്ലാം പാപം ചെയ്യാനാണ്. തുറന്നു പറയുകയാണെങ്കിൽ അവർ വരുന്നത് തന്നെ 2 പത്തോസ് സ്റ്റണ്ടില് ആ 10 തൊട്ട് 16 വനത്തിൽ. ബുദ്ധിയിലാണെങ്കിൽ അതിനെന്താണ്? ഞങ്ങൾക്ക് കഴിവില്ലേ, ഞങ്ങൾക്കും പരിശുദ്ധാരിവില്ലേ? കണ്ടോ, ഇതെല്ലാം ബുദ്ധിയിലാണുള്ള ചിന്ത. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഗലാത്യ 5:22 9 ആത്മീയ ഫലങ്ങൾ നിങ്ങളിലുണ്ടാവും. അത് ഉറക്കും. ആ ഉറപ്പ് അതുകൊണ്ടാണ് നിങ്ങൾ ആരിൽ നിന്നാണ് 2 തിമോത്തി 3:14 പഠിച്ചെന്ന് ഓർത്ത് അവിടെ നിങ്ങൾ സ്ഥിരമായി നിൽക്കാൻ എന്ത് പഠിച്ചു? വിശുദ്ധിയും എളിമയും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിത്തർക്കപ്പെട്ടതാണ്. കണ്ടോ, അപ്പം ജ്ഞാനിയാക്കുന്ന എന്താണ് നിങ്ങളെ? അല്ലെങ്കിൽ അങ്ങനെ ജ്ഞാനം കിട്ടും. കണ്ടോ, അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളാണ് ജ്ഞാനം തരുന്നത്. കണ്ടോ, എല്ലാം ജ്ഞാനം തരുന്ന ജ്ഞാനത്തിൻ്റെ തുടക്കം തന്നെ ദൈവഭക്തിയാണ്. ജോബ് 28:28, സങ്കീർത്തനം 110 111 10. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിലുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. തിന്മയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ജ്ഞാനം വരുമ്പോൾ കണ്ടോ, തിന്മയിൽ നിന്ന് അകന്നു പോകും. പ്രഭാഷകൻ 1:1 ആ 14 18 20 27. ഇനി വായിച്ചോ. സകല ജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. ഇനി 14 വാക്യത്തില് ഇനി 18 വാക്യത്തിൽ എന്താ പറയുന്നത്? ഇനി 20 വാക്യത്തില് ആ 27 വാക്യത്തില് അപ്പൊ ജ്ഞാനമാണ് എല്ലാം വരുന്നത്. ജ്ഞാനമാണ്, ദൈവീയ ജ്ഞാനം വരുമ്പോഴാണ്. അതാണ് യാക്കോബ് 1:5 പറയുന്നത്, ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ. എല്ലാവർക്കും ദൈവം ഉദാരമായിട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം കൊടുക്കും. യോഹന്നാൻ 3:34 ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്. കണ്ടോ, ഒരു കണ്ടീഷനുമില്ല, റേഷനിങ്ങുമില്ല. കണ്ടോ, അതാണ് മത്തായി 7 തൊട്ട് 12 വചനത്തിലും ലൂക്കാ 11 5 തൊട്ട് 13 വചനത്തിലും. രണ്ടും വായിച്ച്. നിങ്ങൾ എവിടെ പോയി മുട്ടിയിട്ടുള്ളത്? ഈശോനെ കിട്ടാൻ മുട്ടിയിട്ടുണ്ടോ? ഇട്ടിച്ച് കയറിയിട്ടുണ്ടോ? മടിഞ്ഞു കിടക്കുകയാണ്. എല്ലാം അഡ്ജസ്റ്റ്മെൻ്റാണ്. കണ്ടോ, വിളിച്ചാല ഇന്ന് ക്ലബ്ബ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ മറ്റതുണ്ടെന്ന് പറയും. ഇല്ലേ? അതെല്ലാം ഒന്ന് മാറ്റിവിട്ട് നോക്ക്. കണ്ടോ, ഇന്നലെ ഒരാരോ എന്നോട് പറഞ്ഞു വിളിച്ചിട്ട്, ഞാൻ എന്തെല്ലാം കത്തിച്ച് കളയാണെന്ന്. കണ്ടോ, കത്തിച്ച് കളയാമെന്ന് പറഞ്ഞല്ലോ, രമണനെ ഒക്കെ കത്തിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോഴേ വിശ്വാസം വർദ്ധിക്കുള്ളൂ. കണ്ടോ, ഇതിനൊക്കെ വെച്ചുകൊണ്ടിരുന്നാല. അതാണ് ആക്ട് 19 18 തൊട്ട് 22 വനം വായര് 50,000 വെള്ളിപ്പണമാണ് അവർ കൊണ്ട് കത്തിച്ച് കളഞ്ഞത്. കണ്ടോ, ഇവിടെ ഉണ്ടെങ്കിൽ അതപ്പം ഇട്ട് മറിക്കാൻ നോക്കും. അല്ലേ? കണ്ടോ, അവരൊക്കെ അങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥശില്പങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയും അഗ്നിക്കിരയാക്കി.
അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. കണ്ടോ? 50,000 വെള്ളി നാണയങ്ങൾ അതങ്ങോട്ട് കത്തിച്ചു കളഞ്ഞവര്. കണ്ട? അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും. അപ്പോഴാണ് ശക്തി വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ശക്തി അവിടെ കിടക്കും. ഒരാൾ ഒരിക്കൽ ഞാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഭ്രാന്തനാണ്. കർത്താവിന് വേണ്ടി ഭ്രാന്തനായി മാറിയാണ് നമ്മൾ. കണ്ടോ? ഇന്നാളെ ഞാൻ അയാളുടെ വീട് നോക്കിയപ്പോൾ വീട് കാണുന്നില്ല. വീട് ചോദിച്ചപ്പോൾ വീടും ഇല്ല. അയാൾ ആളെന്ന് ചോദിച്ചു, ആളിതേ ഗൾഫിൽ കിടന്ന് മരിച്ചു പോയെന്ന്. ഉണ്ടോ? അതാണ് സങ്കീർത്തനം 37, 35 തൊട്ട് 37 വനം. അത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാരൂപിക്കെതിരായി പറഞ്ഞാൽ ദൈവം സമ്മതിക്കില്ല. ദൈവം കൊണ്ടേ അവനെ കൊണ്ട് ഉന്നതി കൊണ്ടിട്ടും തകർക്കോടാ. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അതാണ് മർക്കോസ് 3 28 തൊട്ട് 30 വനം. ഉണ്ടോ? അതൊക്കെ നമ്മൾ അറിയണം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5 1 തൊട്ട് 11 വനത്തിൽ സഫീറായും അനന്യാസും വെറുതെ നുണ പറഞ്ഞേ ഉള്ളൂ പരിശുദ്ധാരൂപിക്കെതിരായി. വസ്തു വിറ്റ് കിട്ടിയത് കുറച്ച് പറഞ്ഞ വില പത്രോസ് ചോദിച്ചു, എന്ത് കിട്ടിയെന്ന്. പത്രോസിന് പണം വേണോ? പത്രോസ് സഹായിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പം വില കുറച്ച് പറയും. നമ്മളൊക്കെ ഇടക്ക് കാണിക്കുമല്ല, ഇല്ലേ? സ്ത്രീധനം കൂട്ടിയും പറയും, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, അല്ലേ? മറ്റൊക്കെ നുണ പറയും. നുണ പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാരൂപിക്കെതിരെ അവർ സമ്മതിക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഇതെല്ലാം നമ്മളെ ഈശോ പഠിപ്പിച്ചു തരും, സകലതും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, യോഹന്നാൻ 6:45 നിങ്ങൾ വചനത്തിൽ വന്ന് വിശ്വസിച്ചങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഈശോ പറഞ്ഞല്ലേ, എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും ആരാണ്? എൻ്റെ വചനം ശ്രവിക്കുന്നവരും പാലിക്കുന്നവരാണ്. ലൂക്ക 8:21 എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും സഹോദരന്മാരും. മത്തായി 12:50 മാർക്കോസ് 3:35. കണ്ടോ? അപ്പം ആ അവസ്ഥയിലോട്ട് ദൈവം മാറ്റും. എല്ലാം ഈശോ പഠിപ്പിച്ചു തരും. എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം തക്ക സമയത്ത്. കണ്ടോ? പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവം അപ്പം പ്രവർത്തിക്കും. എന്ത് പറയണമെന്ന് അപ്പം പറയും. ചിലപ്പോൾ ഒരു പേരുച്ചരിച്ചാൽ മതി, അവന് മാനസാന്തരം കിട്ടും. അധികമൊന്നും വേണ്ട. വേണ്ട, ഒറ്റ കൊടുത്താൽ മതി. എവിടെ? അത് കൃപയാണ്. അതെങ്ങനെ കൃപ? നമ്മളല്ല പ്രവർത്തിക്കുന്ന കൃപയാണ്. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ആർക്കും. കണ്ടോ? അതാണ് ആമോസ് 3:7 വായിക്കുക. ദൈവം പിന്നെ ആരെയാ പട്ടിണിയാണ് എടുക്കണത്? മാർക്കറ്റിൽ കിടക്കുന്ന കൊടിച്ചു പട്ടികളെയൊക്കെ തന്നെ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ തന്നെ മക്കളാണ്. കൽപ്പനകൾ പാലിക്കുമ്പം റോമ 8:14 തൊട്ട് 17 വനം നമ്മളെടുത്താണ് ദൈവം ഉപയോഗിക്കുന്നത്. ഒന്നും ചെയ്യല ദൈവം. അത്ര സ്നേഹമാണ്. കണ്ടോ? ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ? ആ സ്നേഹത്തിൻ്റെ വർണ്ണിക്കാൻ പറ്റുമോ? ഇത് കവിതയാണോ? കുമാരനാശിൻ്റെ കവിത വല്ലതാണോ? ഇത് ദൈവസ്നേഹമാണ്. ആരിയ്ക്കുന്നു? അവനോട് വല്ലതും പറയാൻ പറ്റുമോ? യെശയ്യാ 54:10 എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവസ്നേഹം വരാത്ത എന്തുകൊണ്ടാണ്? കൽപ്പനകൾ പാലിക്കാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 5 1 തൊട്ട് 4 വനം വായര്, 2 വായര് യെശയ്യാ 54:10. നിന്നെ പിരികയില്ല. ഈ സ്നേഹമാണ് ജെറമ്യാ പ്രവാചകൻ പറയുന്നത് 31:3. ദൈവസ്നേഹം അനന്തമാണെന്ന്. അളക്കാൻ പറ്റുമോ? ടേപ്പ് വെച്ച് അളക്കാമോ? പിന്നെ വല്ലതും സാധിക്കുമോ? കേട്ടോ? അചഞ്ചലവും. കണ്ടോ? അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 49 15 16. ഈ സ്നേഹം, ദൈവസ്നേഹത്തെ പറ്റി. അമ്മ മറക്കും മുല കുടിക്കുന്ന കുഞ്ഞിനെയൊക്കെ, കാശ് കിട്ടിയാൽ. കണ്ടോ? പെറ്റമ്മ കരുണ കാണിക്കല്ലേ ചിലപ്പോ. കാരണം അല്ലെ, നോക്കിക്കോ, അമ്മക്ക് വ്യത്യാസമില്ല. മക്കള് ഉണ്ട്. കണ്ടോ? പണക്കാരത്തി മോനാണ് മോളാണെങ്കിലോ, വലിയ കുടുംബത്തില് പോക്കൊക്കെ കണ്ടിട്ടില്ല അമ്മയുടെ. അതേ സമയത്ത് മോക്കൊന്നുമില്ലാതെ വന്നാല്
അങ്ങോട്ട് കടക്കയിലമ്മ മാറിക്കളയും. കണ്ടോ? ആ മോളെപ്പറ്റി അമ്മ പറയല. മക്കളെ പൊക്കി കാണിക്കും. അപ്പൻ എവിടെ തിന്നാനും കുടിക്കാനും കിടക്കുന്നത്? കണ്ടോ നമ്മുടെ അവസ്ഥ? ഇതാണ് ആ എബ്രായർ 12 പറഞ്ഞിരിക്കുന്ന 5 തൊട്ട് 11 വനത്തില് ആത്മീയ ഗുരുവും ഭൗതിക പിതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക പിതാക്കന്മാർ ഭൂമിയുടെ കാര്യങ്ങളാണ്, ആത്മീയ പിതാക്കൾ ആത്മീയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കൾക്ക് നിങ്ങൾ കീഴ്പ്പെടണമെന്നും അവരോട് കൂടുതൽ ബഹുമാനവും എല്ലാം ചെയ്യുന്നത്. കാര്യം അനേകരിൽ അവർ ഈശ്വരനെ ജനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യസ് 4:15. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ എല്ലാം ആത്മാവിലെല്ലാം വിഭജിച്ചവരും വചനം കൊണ്ട്. വചനമാണ് ദൈവത്തിൻ്റെ മെസ്സേജ്, അല്ലാതെ ദർശനമൊന്നുമല്ല. ഈ വല്ലതും തോന്നിയൊക്കെ വിളിച്ചു പറയാനല്ല. കുതിരപ്പുറത്ത് ആനനെ കണ്ട് ആനയുടെ പുറത്ത് കൊക്കിരിക്കണുണ്ട്. കണ്ടോ? ഇപ്പം മുഴുവൻ ചോദ്യമാണ് ദർശനം. കണ്ടോ? ഒരാളും വഞ്ചിതരാകരുത്. ഇനി ദർശനക്കാരൻ അപ്പം ബന്ധിക്കണം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ. കപട പ്രവാചകനാണ് എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ജെറമ്യ 14:14 വന്നിരിക്കുന്നത്. അതാണ് തവളകൾ ഇഷ്ടം പോലെ എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ലോകം മുഴുവൻ അവൻ്റെ പിടിയിലായി തീർന്നിരിക്കുകയാണ്. 2 യോഹന്നാൻ 7 അനേകം വഞ്ചകർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ദർശനം പറയും. ദർശനം വരണമെങ്കിൽ ഹബക്കുക്ക് 2:2-4 വനത്തില് കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവർക്ക് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിന് സമയം പാർത്തിരിക്കുകയാണ്. ദർശനം സമയം പാർത്തിരിക്കണം, കാത്തിരിക്കണം. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റം ഉണ്ടാവുകയില്ല. അത് വൈകുന്നതിൽ അതിനായി കാത്തിരിക്കണം. കണ്ടോ? അത് തീർച്ചയായും വരും. പക്ഷെ താമസിക്കുകയില്ല. അതെങ്ങനെയാണ് വരുന്നത്? ഹൃദയ പരമാർത്ഥ വരുമ്പോഴാണ് ഔസേപ്പുണ്യാളിനെ പോലെ ആവുമ്പോ. കണ്ടോ? അതിനാണ് വചനം കൊടുക്കേണ്ടത്. എല്ലാം വചനമായിരിക്കണം ദർശനം. സകലത മെസ്സേജ് എല്ലാം ദർശനം വചനമാണ്. അല്ല പിന്നെ എന്താ? എല്ലാം ദർശനം അതാണ്. പിന്നെ അല്ലെങ്കിൽ ദിവ്യ ദർശനത്തിലോട്ടായിരിക്കും. അതിപ്പോഴൊന്നുമല്ല. അമ്മ വലിയ പുണ്യാളത്തി ആകണം. ഈ പീക്രിയായിട്ട് നടക്കണം. നമുക്കൊക്കെ വലിയ പുണ്യാളത്തിൻ്റെ അവസ്ഥയിൽ വരാൻ പറ്റുമോ? കുറച്ച് 2 ധ്യാനം അല്ലെങ്കിൽ 10 ധ്യാനം കൂടിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാം മാറിയാണ്, എല്ലാത്തിലോട്ട് ചാടും. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ല, ഒരു സഹോദരി 100ാമത്തെ ധ്യാനമാണ്. എനിക്ക് യേശുവിനെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥ മാനസാന്തരം നടന്നിട്ടില്ല. 2 കൊരിന്തോസ് 7:9-11 വനം വായിച്ച് എന്താണ് യഥാർത്ഥ മാനസാന്തരം? നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലോട്ട്. ഒരു ബിസിനസ്സിൽ പാളിച്ച വന്നാല് മനസാന്തരമാണോ? അതൊന്നും അല്ല. ദൈവം തരണം മനസാന്തരം. ഉണ്ടോ? അതാണ് ദൈവഹിത പ്രകാരം. ചിലപ്പോൾ നിങ്ങൾക്കൊരു അടിയടിച്ചിട്ടും പോകും ഏതെങ്കിലും. അതായിരിക്കും ഉൽപ്പത്തി 1:2 തരംഗം. ആ തരംഗം അടിച്ചാലും മതി, മനസാന്തരം കിട്ടും. ഉണ്ടോ? അത് ദൈവത്തിന് ചില പ്രത്യേക വാത്സല്യം ഉണ്ടാവും ചിലരോട്. അവർക്കിട്ടൊരു തരംഗം വെച്ചു കൊടുത്തിട്ടും പോകും. ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട, കർത്താവിൻ്റെ പുറകെ നടന്നോളൂ. ഉണ്ടോ? ഏത് വഴിക്ക് നടക്കുന്നു കർത്താവ് കാണിച്ചു തന്നോളും. ഇനി കേൾക്കുക, വായിക്കുക. അത് വരുമ്പോഴാണ് ഈ പൊട്ടിക്കരയുന്നത്. മത്തായി 26:75 പത്രോസ് എങ്ങനെയാ കരയുന്നത്? ആ ഹൃദയം ഒന്നും അല്ല, കള്ളക്കരച്ചിലല്ല, വല്ല സാധനം കിട്ടാനായിട്ട് കരയണമെന്ന് പോലെ ഒന്നും അല്ല. ആണോ? കള്ളക്കരച്ചിലാണോ? അതാണ് ഹൃദയം എന്നൊന്ന് പൊട്ടിക്കരഞ്ഞ. അത് ഹൃദയത്തിലാണ് പരിവർത്തനം. ഇത് ഹൃദയത്തിൽ വല്ലതും ഉണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ഹൃദയത്തില്? എല്ലാം കപടന്മാരായിട്ട് മാറുകയാണ് നമ്മളെല്ലാം. ഹൃദയത്തിലാണ് കർത്താവ് വന്ന് വാസമർപ്പിക്കുന്നത്. യേശയ്യ 57:15 എളിമയും അനുതാപമുള്ള ഹൃദയത്തിലാണ് കർത്താവ് വന്ന് വാസമർപ്പിക്കുന്നത്. ഞാനെന്നും പറഞ്ഞ് എല്ലാം ഇരിക്കുകയാണ്. കണ്ടോ? അതുകൊണ്ടാണ് ഈശോ വരാത്തത്. കണ്ടോ? ഈശോ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഭാവിച്ച് നടക്കുകയാണ്. ഈശോ ഇല്ലതാനും. ഈശോ ഇല്ലെങ്കിൽ ജീവനുണ്ടോ? 1 യോഹന്നാൻ 5:10-13 വനം വായില് ഈശോ ഇല്ലാത്ത അവസ്ഥയാണോ? ജീവനില്ല, വചനമില്ല. ദൈവത്തെ
വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കാതെ കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ പുത്രൻ ആരാണ്? ഈശോയെ സ്വന്തമാക്കിയവൻ സ്വന്തമാക്കി. ആ ഈശോ ആരാണ്? വചനമാണോ? വെളിപാട് 19:13 ഈശോ വചനമാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാലോ പാപം ചെയ്യുമോ? ഇല്ല. സംഗീതം 119:11 അത് ഹൃദയത്തിൽ വരണം. അല്ലെങ്കിൽ അതരത്തിലുള്ള കളിയല്ല, അത് ഹൃദയത്തിൽ വരണം.